20 വർഷം മുന്നേ നമ്മളൊരു ആഭരണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജ്വല്ലറി പോയി കഴിഞ്ഞാൽ നമ്മുടെ നിന്ന് എത്ര മേക്കിംഗ് ചാർജ് എടുത്തിട്ടുണ്ടാവും? അതേ ആഭരണം നമ്മൾ ഇന്ന് വാങ്ങിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ എത്ര മേക്കിംഗ് ചാർജ് എടുക്കാം? നമുക്ക് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പണിക്കൂലി ഈ ഗോൾഡിൻ്റെ പ്രൈസ് കൂടുന്നതിനനുസരിച്ച് പണിക്കൂലിയും കൂടുന്നത് കൊണ്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേപോലെ മുമ്പൊക്കെ ഇത്ര മേക്കിംഗ് ചാർജ് ഉണ്ടായിരുന്നില്ല, വളരെ ചെറിയ മേക്കിംഗ് ചാർജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അന്നൊക്കെ പേഴ്സൻറ്റേജ് ഇല്ല, ഗ്രാമിനാണ് മേക്കിംഗ് ചാർജ് എന്നൊക്കെ ഒരുപാട് കമൻറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതിനെക്കുറിച്ചിട്ട് ഒന്ന് പഠിച്ചപ്പം എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് കണക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. കണക്കിനോട് താല്പര്യമുള്ളവർക്ക് ഇതൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിരിക്കും. അപ്പോൾ 2005 അതായത് 20 വർഷം മുന്നേ അന്നത്തെ ഗോൾഡ് റേറ്റ് നമുക്ക് ഫസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. 5000 രൂപയാണ് ഒരു പവന്. ചെറിയ വ്യത്യാസം ഉണ്ടാവാം, ഞാനൊരു ആവറേജ് റേറ്റാണ് എടുത്തിരിക്കുന്നത്. ഒരു ഗ്രാമിന് 625 രൂപ. നമ്മളിവിടെ നോക്കാൻ വേണ്ടി പോകുന്നത് 8 ഗ്രാം തൂക്കമുള്ള ഒരു ചെയിൻ. അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 8 പിടി. അതായത് മുമ്പൊക്കെ ചെയിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഒരു പിടിക്കണക്കാണ്. ഒരു പിടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പിടി. ഇവിടുന്ന് മുതൽ ഇത്ര വരെയുള്ള ലെങ്ത്താണ് ഒരു പിടി എന്ന് പറയുന്നത്. ഒരു പിടീൻ്റെ കറക്റ്റ് കണക്ക് വെച്ച് കഴിഞ്ഞാൽ 3 ഇഞ്ചാണ് ഒരു പിടി. അപ്പം 8 × 3 24 ഇഞ്ച് ലെങ്ത്തുള്ള 8 ഗ്രാം തൂക്കമുള്ള ഒരു ചെയിനാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം മുമ്പൊക്കെ പണിക്കൂലി മാത്രമല്ല, പണിക്കുറവും കൂടി ഉണ്ടായിരുന്നു. അപ്പം മുമ്പത്തെ പണിക്കുറവിൻ്റെ കണക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പവന് 400 മില്ലി, അതായത് ഒരു ഗ്രാമിന് 50 മില്ലി, 50 മില്ലി എന്തുണ്ടാവും, പണിക്കുറവുണ്ടാവും. അപ്പോൾ ഒരു പവന് 400 മില്ലി പണിക്കുറവും കൂടി കൊടുക്കണം. അതുകൂടാതെ ഇതിൻ്റെ പണിക്കൂലി എങ്ങനെ വരിക വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പിടി കണക്ക് പറഞ്ഞത് തന്നെ അതിന് വേണ്ടിയിട്ടാണ്. അതായത് ഒരു പിടിക്ക് 50 രൂപയാണ് പണിക്കൂലി വരിക. അപ്പോൾ ഇത് 8 പിടിയുള്ള ഒരു ചെയിനാണെങ്കിൽ 8 × 50 400 രൂപ. അപ്പോൾ 400 രൂപ പണിക്കൂലിയും 400 മില്ലി പണിക്കുറവുമായി. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ എമൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 400 മില്ലി × 625 രൂപയാണ് ഒരു ഗ്രാമിന്. അതായത് 250 രൂപ പണിക്കുറവിൻ്റെ ഇനത്തിൽ നമ്മൾ കൊടുക്കേണ്ടി വരും. അതേപോലെ പണിക്കൂലിയായിട്ട് 400 രൂപയും. അപ്പം മൊത്തം 650 രൂപ നമ്മൾ എന്ത് ചെയ്തു, അതിന് മൊത്തം പണിക്കൂലിയും പണിക്കുറവായിട്ട് മൊത്തം 650 രൂപ നമ്മൾ കൊടുത്തു. അങ്ങനെയാണ് നമുക്ക് 8 ഗ്രാമിൻ്റെ ചെയിൻ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ 650 രൂപയാണ് 2005 ഒരു ഗ്രാമിന് 625 രൂപ ഉണ്ടായ സമയത്ത് നമ്മൾ ഒരു പവന് 5000 രൂപ. ഓക്കെ, ഒരു ഗ്രാമിന് 625 രൂപ. നമ്മൾ മൊത്തം പണിക്കൂലിയും പണിക്കുറവൊക്കെ ആയിട്ട് മൊത്തം കൊടുത്തിരിക്കുന്നത് 650 രൂപയാണ്. ഓക്കെ, ഇനി നമ്മൾ 2025 വരാം. ഇതേ സാധനം ഇനി നമ്മൾ 2025 പോയിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ ഇന്ന് പണിക്കുറവില്ല, പണിക്കൂലി മാത്രമേ ഉള്ളൂ. ഇന്നത്തെ പണിക്കൂലിൻ്റെ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർ ഗ്രാം റേറ്റ് അല്ല, പെർസെൻറ്റേജ് ആണ്. അപ്പോൾ ആ ഒരു ചെയിൻ ഒരു ആവറേജ് പണിക്കൂലി മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 8% അത്രയൊക്കെ വരുള്ളൂ. അതിലും കുറച്ചിട്ടൊക്കെ ചില സ്ഥലങ്ങളിൽ കൊടുക്കുന്നുണ്ട്, ചില സ്ഥലങ്ങളിൽ 10% കൊടുക്കുന്നുണ്ട്. നമുക്കൊരു ആവറേജ് 8% നമുക്ക് മേക്കിംഗ് ചാർജ് കൂട്ടാം. ഇനി നമുക്കൊരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 2005 നമ്മൾ 650 രൂപ നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ, ഈ 650 രൂപ നമുക്ക് അതിന് പെർസെൻറ്റേജിൽ കൺവേർട്ട് ചെയ്യാം. അപ്പം 650, അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റർ എടുക്കാം. 650 ഡിവൈഡഡ് ബൈ അന്നത്തെ ഗോൾഡിൻ്റെ പ്രൈസ്, ഒരു പവൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 5000 രൂപയാണ്. അപ്പോൾ 650 ഡിവൈഡ് ബൈ 5000% എത്രയാണെന്നറിയോ? 13%. ഇപ്പം അത് ചെയിൻ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നത് 8%. അന്ന് നമ്മൾ കൊടുത്തത്, അതായത് പണിക്കൂലി വളരെ കുറവാണ്, ഇപ്പോഴാണ് പണിക്കൂലി കൂടുതൽ എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ 20 വർഷം മുന്നേ നമ്മൾ കൊടുത്തിരിക്കുന്നത് 13%. അതായത് ഇന്ന് 8%-ന് കിട്ടിയ സാധനം അന്ന് നമ്മൾ കൊടുത്തത് 13%. 5% കൂടുതലാണ് അന്ന്. അന്നത്തേതിനേക്കാൾ 5% കുറവാണ് ഇന്ന്. 8% മാത്രമേ മേക്കിംഗ് ചാർജ് ഉള്ളൂ. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, മേക്കിംഗ് ചാർജ് കൂടുതലാണ്, മുമ്പ് മേക്കിംഗ് ചാർജ് കുറവാണ് എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല എന്നുള്ളത് നമ്മൾ ഈ ഒരു കാര്യത്തിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മൾ ഏതൊരു കാര്യം അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലാവുക. ഇത്രയും കാലം നമ്മൾക്ക് ഉണ്ടായൊരു തോന്നൽ മാത്രമായിരുന്നു മുമ്പൊക്കെ മേക്കിംഗ് ചാർജ് വളരെ കുറവാണെന്നുള്ളതും ഇപ്പം ഭയങ്കര മേക്കിംഗ് ചാർജ് കൂടുതലാണെന്നുള്ളതും. ഇതൊന്നും കൂടാതെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടിയുണ്ട്. അതായത് 2005 നമ്മൾ ഈ വാങ്ങിക്കുന്ന സ്വർണം 916 തന്നെയാണോ എന്നുള്ളതിന് ഒരു ഗ്യാരണ്ടി ഇല്ല. മിക്ക സ്ഥലങ്ങളിലും 22 ക്യാരറ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവാം, പക്ഷേ അത് പിന്നീട് വെക്കുന്ന സമയത്തൊക്കെ നിങ്ങളിൽ പലർക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവാം. അത് പിന്നീട് 21 ഉള്ളൂ അല്ലെങ്കിൽ 20 ഉള്ളൂ, അങ്ങനെയൊക്കെ ഒരു പ്രശ്നം കൂടി അന്ന് വാങ്ങിക്കുന്ന സ്വർണത്തിനുണ്ടായിരുന്നു. അതായത് നമ്മൾ പണിക്കൂലി കൂടുതൽ കൊടുത്തിട്ട് വാങ്ങിച്ച ആ കാലഘട്ടത്തിൽ നമുക്ക് കിട്ടുന്ന സ്വർണത്തിന് അതിൻ്റെ പ്യൂരിറ്റിയിൽ യാതൊരു ഗ്യാരണ്ടിയും അന്നുണ്ടായിരുന്നില്ല.
അത് പലർക്കും അനുഭവമുള്ള ഒരു സംഭവമായിരിക്കാം. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഈ 2025 നിങ്ങൾ കേരളത്തിലെ ഏത് ജ്വല്ലറി പോയി കഴിഞ്ഞാലും 99.9% ജ്വല്ലറികളിൽ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് കിട്ടുന്നത് 916 പ്യൂരിറ്റിയുള്ള ഹോൾമാർക്ക് ചെയ്ത ഗോൾഡാണ് നിങ്ങൾക്ക് കിട്ടുക. അതായത് പ്യൂരിറ്റീൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട. അതും ഹോൾമാർക്ക് ചെയ്തതാണ്. അതായത് ഗവൺമെൻറ്റിൻ്റെ സെൻറ്ററിൽ പോയിട്ട് ഈ സാധനം കറക്റ്റ് 91.6% പ്യൂരിറ്റി ഉണ്ടോ എന്നുള്ളത് അവർ ചെക്ക് ചെയ്ത് അതിൻ്റെ മേലെ BISൻ്റെ സ്റ്റാമ്പിങ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക നിങ്ങൾക്ക് ആഭരണം കിട്ടുക. അപ്പം മുമ്പ് വാങ്ങിക്കുന്ന ആഭരണത്തിൽ നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റിയിൽ ഒരു ഗ്യാരണ്ടി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വാങ്ങിക്കുന്ന ആഭരണങ്ങൾ നിങ്ങൾക്ക് 100% വിശ്വസിക്കാം. കേരളത്തിലുള്ള 99.9% ജ്വല്ലറികളും വെക്കുന്നത് 916 അതായത് കറക്റ്റ് 22 ക്യാരറ്റ് പ്യൂരിറ്റിയുള്ള ആഭരണം തന്നെയാണ്. അതിൽ ഒരു സംശയമില്ല. ഓക്കെ, താങ്ക് യു.